അടുത്തത് ട്രയാങ്കിൾ ഇനീക്വാളിറ്റിയാണ്. ട്രയാങ്കിൾ ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇനീക്വാളിറ്റിയാണ്. Z1ഉം Z2ഉം രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആണെങ്കിൽ Z1 പ്ലസ് Z2ൻ്റെ മോഡുലസ് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 പ്ലസ് മോഡ് Z2 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി. ഇത് നമുക്ക് എത്ര എണ്ണത്തിന് വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. Z1 പ്ലസ് Z2 പ്ലസ് എക്സെട്ര Zn ആണ് എങ്കിൽ ഇത് ഓരോന്നും ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 പ്ലസ് മോഡ് Z2 പ്ലസ് എക്സെട്ര മോഡ് Zn എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം രണ്ടെണ്ണത്തിനുള്ള ട്രയാങ്കിൾ ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ജനറലൈസ് ചെയ്താൽ ഇതാണ്. അപ്പം ഓർക്കേണ്ട കാര്യം, ജനറലൈസ് നമ്മൾ പറയുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ സം എന്ന് പറയുന്നത് കനോട്ട് എക്സീഡ് ദ സം ഓഫ് ദ അബ്സല്യൂട്ട് വാല്യൂസ്. ഓരോന്നും സെപ്പറേറ്റ് സം ചെയ്യുന്നതിനേക്കാളും വലുതാകാൻ ഈ ടോട്ടൽ സമ്മിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവിന് പറ്റത്തില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമ്മൾ ആദ്യത്തേൻ്റെ ജോമെട്രിക്കൽ മീനിങ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് പറയുന്നത് എന്താണ്? Z1 മോഡ് Z1 മോഡ് Z2 മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഇത് മൂന്നും ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡുകളാണെങ്കിൽ സം ഓഫ് ദി 2 സൈഡ്സിനേക്കാളും മൂന്നാമത്തെ സൈഡിന് വലുതാകാൻ പറ്റത്തില്ല. സം ഓഫ് ദി 2 സൈഡ്സാണ് മോഡ് Z1 പ്ലസ് മോഡ് Z2. അപ്പോൾ ആ രണ്ട് സമ്മിനേക്കാളും മൂന്നാമത്തെ സൈഡിന് വലുതാകാൻ, മൂന്നാമത്തെ സൈഡിന് ലെങ്തിന് പറ്റത്തില്ല. അതാണ് കാണിക്കുന്നതിനാണ് 0 മോഡ് Z1 മോഡ് Z1 പ്ലസ് Z2. നമ്മൾ അത് ഫിഗർ ഞാൻ നോട്ട് തന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇത് നമ്മൾ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ്. അപ്പോൾ 0 എന്ന് പറയുന്ന ഈ പോയിൻ്റ്, Z1 എന്ന് പറയുന്ന ഈ പോയിൻ്റ്, Z1 പ്ലസ് Z2 എന്ന് പറയുന്ന ഈ ഒരു ഇതാണ്. അപ്പോൾ Z1 പ്ലസ് Z2 ഇത് മോഡ് Z1 അല്ല, ഇത് മോഡ് Z1 അല്ല, ഇത് മോഡ് Z1, ഇത് മോഡ് Z1, ഇത് മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2. അപ്പോൾ ഈ പോയിൻ്റ് Z1 പ്ലസ് Z2, ഇത് Z1, ഈ പോയിൻ്റ് 0. അപ്പം ഇത് നോക്കി, ഇതൊരു ട്രയാങ്കിളാണ്. ഇതിൻ്റെ ഒരു സൈഡ്, ഈ ഒരു വെർട്ടെക്സ് എന്ന് പറയുന്നത് 0, ഈ ഒരു വെർട്ടെക്സ് എന്ന് പറയുന്നത് Z1, ഈ ഒരു വെർട്ടെക്സ് എന്ന് പറയുന്നത് Z1 പ്ലസ് Z2. അപ്പോൾ ഈ 3 പോയിൻറ്റുകൾ വെർട്ടെക്സ് വരുന്ന ട്രയാങ്കിളിൻ്റെ അകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ലെങ്ത് Z1, ഈ ലെങ്ത് Z1 പ്ലസ് Z2 ആണെങ്കിൽ ഇതിന് പാരലായിട്ട് നമ്മൾ ഇവിടെ ഒരെണ്ണം വരയ്ക്കുവാണെങ്കിൽ, ഇവിടെ നമ്മൾ അതിന് പാരലായിട്ട് വരയ്ക്കുവാണെങ്കിൽ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? Z2. അപ്പോൾ ഇതിന് നമുക്ക് മോഡ് Z2 എന്ന് പറയാം. ട്രയാങ്കിൾ ഇനീക്വാളിറ്റി പറയുന്നത് എന്താ? മോഡുലസ് ഓഫ് Z1 പ്ലസ് Z2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 പ്ലസ് മോഡ് Z2. അപ്പോൾ നമ്മളതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? രണ്ട് സൈഡ്സിൻ്റെ സമ്മിനേക്കാളും മൂന്നാമത്തെ സൈഡിന് വലുതാകാൻ പറ്റത്തില്ല. അതാണ് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി പറയുന്നത്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഇൻ പോളാർ ഫോം. അപ്പം കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ മൾട്ടിപ്ലൈ, അത് ജസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാമെന്നുള്ളതേ ഉള്ളൂ. Z1 Z2 എന്ന് പറയുമ്പോൾ നമുക്കതിനെ x1 പ്ലസ് IY1 രണ്ട് കോംപ്ലക്സ് നമ്പർ x2 പ്ലസ് IY2 ഫോമിലാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത്. അതിന് പകരം നമ്മൾ Z1 ഇസ് ഈക്വൽ ടു R1 കോസ് θ1 പ്ലസ് I സൈൻ θ1, Z2 is equal to R2 cos θ2 പ്ലസ് I സൈൻ θ2 എന്ന് വരും. അപ്പോൾ Z1 Z2 നമ്മൾ എടുക്കുവാണെങ്കിൽ Z1 ഇൻറ്റു Z2 എന്ന് പറയുമ്പോൾ R1 cos θ1 പ്ലസ് I സൈൻ θ1 ഇൻറ്റു R2 cos θ2 പ്ലസ് I സൈൻ θ2 എന്നല്ലേ വരുന്നത്. Z1 Z2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇനി മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. ഇപ്പോൾ ആദ്യത്തെ ടേം R1 cos θ1ഉം R2 cos θ1 കൂടെ ചെയ്യുമ്പോൾ R1 R2 cos θ1 cos θ2 എന്ന് വരും. R1 R2 cos θ1 cos θ2. അടുത്തത് നമ്മൾ പഠിച്ചിട്ടുണ്ട് x1 പ്ലസ് IY1 x2 പ്ലസ് IY2 ചെയ്യുമ്പോൾ അത് x1 x2 മൈനസ് y1 y2 വരും. അപ്പോൾ അതെന്താ? R1 സൈൻ θ1 R2 സൈൻ θ2 എന്ന് വരും. R2 സൈൻ θ2 θ1 R2 സൈൻ θ2. ഇതാണ് റിയൽ പാർട്ട്. പ്ലസ് ഇമാജിനറി പാർട്ട് I നമുക്ക് കോമൺ ആയിട്ട് എടുത്താൽ, പിന്നെ വേറെ മാറി എടുക്കട്ടെ. ഇമാജിനറി പാർട്ട് നമ്മൾ I ഇൻറ്റു നമ്മൾ x1 y2. അപ്പോൾ R1 cos θ1 R2 സൈൻ θ2 പ്ലസ് R1 സൈൻ θ1 R2 cos θ2 എന്ന് വരും. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ R1 R2 കോമൺ ആയിട്ട് എടുത്താൽ R1 R2 cos θ1 cos θ2 മൈനസ് സൈൻ θ1 സൈൻ θ2 എന്നുള്ളതല്ലേ റിയൽ പാർട്ട്. പ്ലസ് I ഇൻറ്റു ഇവിടെ R1 R2 കോമൺ ആയിട്ട്, അപ്പോൾ നമുക്ക് മൊത്തത്തിൽ R1 R2 കോമൺ ആയിട്ട് എടുത്താൽ
കോസ് തീറ്റ 1 കോസ് തീറ്റ 2 മൈനസ് സൈൻ തീറ്റ 1 സൈൻ തീറ്റ 2 പ്ലസ് ഐ ഇൻറ്റു, ഇനി നമ്മൾ നോക്കിയേ, കോസ് തീറ്റ 1 സൈൻ തീറ്റ 2 സൈൻ തീറ്റ 1 കോസ് തീറ്റ 2. അപ്പോൾ നമുക്ക് അതിനെ സൈൻ തീറ്റ 1 കോസ് തീറ്റ 2 പ്ലസ് കോസ് തീറ്റ 1 സൈൻ തീറ്റ 2 എന്ന് എഴുതാമല്ലോ. എന്നിട്ട് R1 R2 കോമൺ ആയിട്ട്, മൊത്തത്തിൽ കോമൺ ആയിട്ട് പുറത്ത് വെച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? R1 R2 ഇൻറ്റു കോസ് തീറ്റ 1 കോസ് തീറ്റ 2 മൈനസ് സൈൻ തീറ്റ 1 സൈൻ തീറ്റ 2 എന്ന് പറയുന്നത് എന്താ? നമ്മുടെ കോസ് തീറ്റ 1 പ്ലസ് തീറ്റ 2 അല്ലേ? ഇനി നമുക്ക് കോസ് തീറ്റ 1 പ്ലസ് തീറ്റ 2 എന്ന് എഴുതാം. പ്ലസ് ഐ ഇൻറ്റു, ഇനി സൈൻ തീറ്റ 1 കോസ് തീറ്റ 2 പ്ലസ് കോസ് തീറ്റ 1 സൈൻ തീറ്റ 2 എന്ന് പറയുന്നത് സൈൻ തീറ്റ 1 പ്ലസ് തീറ്റ 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? Z1 Z2 എന്ന് പറയുന്നത് R1 R2 ഇൻറ്റു കോസ് തീറ്റ 1 പ്ലസ് തീറ്റ 2 പ്ലസ് ഐ സൈൻ തീറ്റ 1 പ്ലസ് തീറ്റ 2 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ അതിനെ ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ മോഡുലസ് ഓഫ് Z1 Z2 എന്ന് പറയുന്നത് എന്ത് കിട്ടി? R1 R2 എന്ന് കിട്ടി. R1 R2 എന്ന് പറയുന്നത് എന്താ? R1 എന്ന് പറയുന്നത് മോഡ് Z1ഉം R2 എന്ന് പറയുന്നത് മോഡ് Z2. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പം അതിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് മോഡുലസ് വാല്യൂ ഓഫ് ദി ഇൻഡിവിജ്വലിൻ്റെ പ്രൊഡക്റ്റാണ്. ഇനി ആർഗ്യുമെൻറ്റ് നോക്കിയേ, ആർഗ്യുമെൻറ്റ് ഓഫ് Z1 Z2, ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് തീറ്റ 1 പ്ലസ് തീറ്റ 2 എന്നല്ലേ കിട്ടിയിരിക്കുന്നത് ഇവിടെ. അതെന്ന് പറയുന്നത് എന്താണ്? ആർഗ്യുമെൻറ്റ് ഓഫ് Z1 പ്ലസ് ആർഗ്യുമെൻറ്റ് ഓഫ് Z2. അതാണ് അവിടെ തന്നെ. അപ്പോൾ നമ്മുടെ കോംപ്ലക്സ് നമ്പറിനെ പോളാർ ഫോമിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ, പോളാർ ഫോമിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർമുല ഇതാണ്: x1 പ്ലസ് ഐ വൈ R1 കോസ് തീറ്റ 1 പ്ലസ് ഐ സൈൻ തീറ്റ 1ഉം R2 കോസ് തീറ്റ 1 പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ 2 പ്ലസ് ഐ സൈൻ തീറ്റ 2 ആണ് എങ്കിൽ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് R1 R2 കോസ് തീറ്റ 1 പ്ലസ് തീറ്റ 2 പ്ലസ് ഐ സൈൻ തീറ്റ 1 പ്ലസ് തീറ്റ 2. അപ്പം അതിൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് R1 R2 ആയിരിക്കും. എന്ന് പറയുന്നത് മോഡ് Z1 ഇൻറ്റു മോഡ് Z2 ആണ്. എഗെയിൻ ആർഗ്യുമെൻറ്റ് ഓഫ് Z1 Z2 എന്ന് പറയുന്നത് തീറ്റ 1 പ്ലസ് തീറ്റ 2 ആയതുകൊണ്ട് ആർഗ്യുമെൻറ്റ് ഓഫ് Z1 പ്ലസ് ആർഗ്യുമെൻറ്റ് ഓഫ് Z2 എന്ന് പറയാം. ഇനി നമുക്ക് ഡിവിഷൻ നോക്കാം. അപ്പം നമ്മൾ Z1 Z2 എടുത്താൽ എന്ത് കിട്ടും? നമുക്ക് വേണ്ടത് Z1 ബൈ Z2 ആണ്. അതിനെ നമ്മൾ Z എന്ന് വിളിച്ചാൽ ആക്ച്വലി Z1 എന്ന് പറയുന്നത് Z2 എന്ന് പറയാമല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ട് കോംപ്ലക്സ് നമ്പറിന് ഡിവൈഡ് ചെയ്യുമ്പോൾ Z1ഉം Z2ഉം ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിന് നമ്മൾ Z എന്ന് വിളിക്കുവാണെങ്കിൽ നമുക്ക് Z1 ഇസ് ഈക്വൽ ടു Z2 എന്ന് പറയാം. ഇപ്പം നമ്മൾ പഠിച്ചതനുസരിച്ച് മോഡ് Z1 എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് Z2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് Z ഇൻറ്റു മോഡ് Z2 എന്ന് നമുക്ക് പറയാമല്ലോ. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? മോഡ് Z ഇസ് ഈക്വൽ ടു മോഡ് Z1 ബൈ മോഡ് Z2. ഇതിനെ നമ്മൾ മോഡ് Z2 വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ മോഡ് Z1 ബൈ മോഡ് Z2 ഈസ് ഈക്വൽ ടു മോഡ് Z എന്ന് പറയാം. അപ്പോൾ Z എന്ന് പറയുന്നത് എന്തായിരുന്നു? Z1 ബൈ Z2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മോഡുലസ് ഓഫ് Z എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് Z1 ബൈ Z2. മോഡുലസ് ഓഫ് Z1 ബൈ Z2 ഈസ് ഈക്വൽ ടു മോഡ് Z1 ബൈ മോഡ് Z2 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താ? നമുക്ക് വേണ്ടത് Z1 ബൈ Z2നെ ചെയ്യുമ്പം അതിൻ്റെ മോഡുലസ് എന്താണ്, ആർഗ്യുമെൻറ്റ് എന്താണെന്നാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ആ Z1 ബൈ Z2 കിട്ടുന്നത്, Z1 ബൈ Z2നെ നമ്മൾ സ്മോൾ z എന്ന് വിളിക്കുവാണെങ്കിൽ Z1 ഇസ് ഈക്വൽ ടു Z2 എന്ന് കിട്ടി. രണ്ട് സൈഡിലും മോഡുലസ് എടുക്കുമ്പോൾ മോഡ് Z1 ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് Z ഇൻറ്റു മോഡ് Z2 എന്ന് കിട്ടി. അപ്പം മോഡ് Zനെ നമുക്ക് മോഡുലസ് ഓഫ് Z1 ബൈ മോഡ് Z2 എന്ന് പറയും. Z എന്ന് പറയുന്നത് Z1 ബൈ Z2, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് Z1 ബൈ Z2 ഇസ് ഈക്വൽ ടു മോഡ് Z1 ബൈ മോഡ് Z2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് Z1 ഇസ് ഈക്വൽ ടു Z2 ആയതുകൊണ്ട് ആർഗ്യുമെൻറ്റ് ഓഫ് Z2 എന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റ് ഓഫ് Z1 ആണെന്ന് നമുക്ക് പറയാമല്ലോ. അപ്പോൾ മോഡുലസ് ഓഫ് ദിസ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് Z എന്ന് പറയുന്നത് നമുക്ക് മോഡ് Z1 ബൈ മോഡ് Z2 എന്ന് കിട്ടി. ഇനി നമുക്ക് ആർഗ്യുമെൻറ്റ് വേണം. ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇത് നമുക്ക് R1 ബൈ R2 എന്ന് എടുക്കാമോ, ആർഗ്യുമെൻറ്റ് ഓഫ് Z1 ബൈ Z2. ഇനി ആർഗ്യുമെൻറ്റ് ഓഫ് Z2 നമുക്ക് വേണ്ടത് Z1 ബൈ Z2വിൻ്റെയാണ്. ആർഗ്യുമെൻറ്റ് ഓഫ് Z2 ഡെഫിനിഷൻ അനുസരിച്ച് ആർഗ്യുമെൻറ്റ് ഓഫ് Z പ്ലസ് ആർഗ്യുമെൻറ്റ് ഓഫ് Z2. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ പഠിച്ചതാണ്. ആർഗ്യുമെൻറ്റ് ഓഫ് പ്രൊഡക്റ്റ് ആണെങ്കിൽ സം ഓഫ് ദി ആർഗ്യുമെൻ്റ് ആണ്, ഇസ് ഈക്വൽ ടു ആർഗ്യുമെൻറ്റ് ഓഫ് Z1. നമുക്ക് വേണ്ടത് എന്താ? Z1 ബൈ Z2ൻ്റെ ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ Zൻ്റെ ആർഗ്യുമെൻറ്റാണ്. ദെയർഫോർ ആർഗ്യുമെൻറ്റ് ഓഫ് Z ഇസ് ഈക്വൽ ടു
ആർഗ്യുമെൻറ്റ് ഓഫ് Z1 മൈനസ് ആർഗ്യുമെൻറ്റ് ഓഫ് Z2 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ആർഗ്യുമെൻറ്റ് ഓഫ് Z1 നമ്മൾ θ1 എന്നും ഇനി നമ്മൾ θ2 എന്നും വിളിക്കുവാണെങ്കിൽ ആർഗ്യുമെൻറ്റ് ഓഫ് Z എന്ന് പറയുന്നത് θ1 മൈനസ് θ2 ആയിരിക്കും. അപ്പം Z1 ബൈ Z2 നമ്മൾ എടുക്കുവാണെങ്കിൽ അതിൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടി? R1 ബൈ R2. കാരണം മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് R1 ബൈ R2 കോസ് തീറ്റ, ആർഗ്യുമെൻറ്റ് θ1 മൈനസ് θ2 ആയതുകൊണ്ട് θ1 മൈനസ് θ2 പ്ലസ് I സൈൻ θ1 മൈനസ് θ2 എന്ന് കിട്ടും. ഇതാണ് Z1 ബൈ Z2 എന്ന് പറയുന്നത്. ആർഗ്യുമെൻറ്റ് ഓഫ് Z1 ബൈ Z2 എന്ന് പറയുന്നത് θ1 മൈനസ് θ2 കിട്ടി. അതെന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റ് ഓഫ് Z1 മൈനസ് ആർഗ്യുമെൻറ്റ് ഓഫ് Z2 ആണ്. അതിനെ നമുക്ക് അപ്പോൾ Z1 ബൈ Z2 എന്ന് പറയുന്നത് R1 ബൈ R2 കോസ് θ1 മൈനസ് θ2 പ്ലസ് I സൈൻ θ1 മൈനസ് θ2 എന്ന് വരും. ഇനി നമുക്ക് ഇൻ്റഗ്രൽ പവേഴ്സ് ഡി മോർഗൻസ് ലോ ആണ്. Z ഇസ് ഈക്വൽ ടു R കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡിലും റേസ് ടു n എന്ന് പറയുമ്പോൾ R കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ ഓൾ റേസ് ടു n. ഇത് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് R റേസ് ടു n കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ ഓൾ റേസ് ടു n എന്നല്ലേ പറയുന്നത്. നമ്മൾ റേസ് ടു n എടുത്താൽ അത് R റേസ് ടു n കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ റേസ് ടു n. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഡി മോവിസ് ഫോർമുല. ആ ഫോർമുല കൃത്യമായിട്ട് അറിയണം. ഡി മോവിസ് ഫോർമുല പറയുന്നത് കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ എന്ന് പറയുന്നത് കോസ് എൻ തീറ്റ പ്ലസ് I സൈൻ എൻ തീറ്റ. അപ്പോൾ നമുക്ക് Z റേസ് ടു n എന്ന് പറയുന്നത് R റേസ് ടു n കോസ് എൻ തീറ്റ പ്ലസ് I സൈൻ എൻ തീറ്റ എന്ന് പറയും. അപ്പോൾ ഈ ഡി മോവിസ് ഫോർമുല നമുക്ക് കോസിൻ്റെയും സൈൻ്റെയൊക്കെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ അവിടെ തന്നേക്കുന്നത് 2-ൻ്റെയാണ്. സപ്പോസ് കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ ഓൾ റേസ് ടു 2-ന് നമുക്ക് കോസ് 2 തീറ്റ പ്ലസ് I സൈൻ 2 തീറ്റ എന്ന് ഡി മോവിസ് തിയറം വെച്ചിട്ട് പറയാൻ മേലേ. കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ സ്ക്വയറിന് നമുക്ക് കോസ് 2 തീറ്റ പ്ലസ് I സൈൻ 2 തീറ്റ എന്ന് പറയാൻ പറ്റും ഡി മോവിസ് ഫോർമുല വെച്ചിട്ട്. അപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ ഇത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2I കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് I സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു, ഈ സൈഡിൽ വ്യത്യാസമൊന്നുമില്ല, കോസ് തീറ്റ പ്ലസ് I സൈൻ 2 തീറ്റ എന്ന് വരും. അപ്പോൾ നമ്മൾ കോസ് സ്ക്വയർ, ഇത് I സ്ക്വയർ ആയതുകൊണ്ട് കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് I ഇൻറ്റു 2 കോസ് തീറ്റ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് 2 തീറ്റ പ്ലസ് I സൈൻ 2 തീറ്റ എന്ന് വരും. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമുക്ക് എന്ത് പറയാം? രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ റിയൽ പാർട്ടുകൾ കമ്പയർ ചെയ്യാം, ഇമാജിനറി പാർട്ടുകൾ കമ്പയർ ചെയ്യാം. റിയൽ പാർട്ടുകൾ കമ്പയർ ചെയ്യുമ്പോൾ കോസ് 2 തീറ്റ ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ റിയൽ പാർട്ട്. ഇമാജിനറി പാർട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 കോസ് തീറ്റ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ 2 തീറ്റ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇത് കിട്ടി. ഇതേപോലെ നമുക്ക് ഇപ്പോൾ ഈ ഫോർമുല വെച്ച് നമുക്ക് കോസ് 2 തീറ്റയും സൈൻ 2 തീറ്റയും കിട്ടി. ഇനി നമുക്ക് അത് നോട്ടിലില്ല, നിങ്ങൾ വേണം നോട്ടിലോട്ട് എഴുതിക്കോ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് 3 തീറ്റ ആൻഡ് സൈൻ 3 തീറ്റ എന്ന് വല്ലതും ചോദിച്ചാൽ യൂസിങ് ഡി മോവിസ് ഫോർമുല നമുക്ക് നോട്ടിലോട്ട് എഴുതാം. യൂസിങ് ഡി മോവിസ് ഫോർമുല, നാലാമത്തെ പ്രോബ്ലമായിട്ട് എഴുതാം. യൂസിങ് ഡി മോവിസ് ഫോർമുല